everyone, welcome back to Salem Learning and heartily welcome to our English class. This is Mohammed Shaju. You can call me as J. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓണം എക്സാമിനേഷന് ഉറപ്പായും ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ്. നേരെ ചോദ്യങ്ങളിലേക്ക് വരാം. On the day of the announcement of the Nobel Prize for Literature, Selma Lagerlof was overwhelmed with excitement and gratitude. നൊബേൽ സമ്മാനം കിട്ടിയ സമയത്ത് നമ്മുടെ സെൽമ ലാഗർലോഫിന് വളരെയധികം സന്തോഷമുണ്ടായി. She wrote her feelings in a diary. ഡയറിയാണ് നമ്മളോട് ചോദിക്കുന്നത്. അന്നേ ദിവസം സെൽമ ലാഗർലോഫ് എഴുതിയ ഡയറി എങ്ങനെയായിരിക്കും? പ്രിപ്പയർ ദ ലൈക്ലി ഡയറി എൻട്രി എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും? അതിൻ്റെ ഒരു മോഡലാണ് ഞാൻ അവിടെ തന്നിട്ടത്. അപ്പോൾ ഇത് ഉറപ്പായും ചോദിക്കാം. ഈ ഒരു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ അതിലെ ഡേറ്റ് എഴുതുന്നു. ഡിയർ ഡയറി എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ പറയുന്നു ടുഡേ ഐ റിസീവ്ഡ് ദ ന്യൂസ് ദാറ്റ് ഐ ഹാവ് ബീൻ അവാർഡഡ് ദ നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു എക്സ്ക്ലമേറ്ററി ചിഹ്നത്തോട് കൂടിയിട്ട് നമ്മൾ എന്താ പറയുക, ഈ എക്സ്ക്ലമേറ്ററി സൈൻ ഇല്ലേ, ഇങ്ങനെ വരാകുത്ത് അല്ലേ, ഈ സാധനം, അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള എക്സ്ക്ലമേറ്ററി സൈൻ ഇല്ലേ, അത് മാക്സിമം നമ്മളിവിടെ ഉപയോഗിക്കണം ഈ പറയുന്ന ഡയറിയിൽ. കാരണം ഡയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്മുടെ ഇമോഷൻസിനെ കാണിക്കുന്നതാണ്. ഓക്കെ, അതിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ലാംഗ്വേജ് ആണ് അതിനകത്ത് കാണിക്കുന്നത്. കഥ എഴുതി വെക്കലല്ല ഒരിക്കലും ഡയറി എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മളാണെങ്കിൽ നമ്മുടെ ആ ഒരു ഉള്ളിൽ എന്തൊക്കെ ആയിരിക്കും ഫീലിങ്സ് വരിക? നമ്മളിങ്ങനെ കഥ പറയുമോ, ഞാനിങ്ങനെ പണ്ട് ഇങ്ങനെ വന്നു, അങ്ങനെയല്ലല്ലോ എന്ന് പറയാം. എന്തൊരു സന്തോഷമാണ് എനിക്കെന്നറിയോ? അങ്ങനെയല്ലേ നമ്മൾ എഴുതുക. ഇതാണ് ഡയറി എൻട്രിയുടെ ഭാഷ എന്ന് പറയുന്നത്. ഓക്കെ, ഐ ആം സ്റ്റിൽ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഷോക്ക് ആൻഡ് ഡിസ്ബിലീഫ്. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് കിട്ടിയിരിക്കണോ? മീ എ സിമ്പിൾ സ്വീഡിഷ് റൈറ്റർ, ഞാനൊരു ചെറിയ ഒരു സ്വീഡനിലെ ഒരു എഴുത്തുകാരി അല്ലെ, റിസീവിംഗ് ദ വേൾഡ്സ് മോസ്റ്റ് പ്രസ്റ്റീജിയസ് ആൻഡ് ലിറ്റററി അവാർഡ്, ലോകത്തിലെ ഏറ്റവും വലിയ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവാർഡ് എനിക്കോ അല്ലെ. ഐ തിങ്ക് ഓഫ് ഓൾ ദ ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക്, ദ സ്ട്രഗിൾസ്, ദ ഡൗട്ട്സ് ആൻഡ് ദ ഫിയേഴ്സ്. ഐ തിങ്ക് ഓഫ് മൈ ചൈൽഡ്ഹുഡ് ഗ്രോയിങ് അപ്പ് ഇൻ ദ വുഡ്സ്, വേൾഡ് ഓഫ് സ്റ്റോറീസ് ആൻഡ് ലെജൻഡ്സ്. ഞാൻ ഓർക്കുകയാണ് എൻ്റെ കുട്ടിക്കാലം, കഥകളുടെയും കവിതകളുടെയും ഒക്കെ ആ ഒരു ലെജൻസ് ഒക്കെ, ഇതിഹാസങ്ങളുടെയൊക്കെ എന്താ പറയുക, കഥകൾ കേട്ട് ഞാൻ വളർന്നു. ആൻഡ് ഹൗ ദോസ് ടെയിൽസ് ഷേപ്ഡ് മൈ ഇമാജിനേഷൻ ആൻഡ് ഫ്യൂവൽ മൈ പാഷൻ ഫോർ റൈറ്റിംഗ്. എങ്ങനെയാണ് ഈ പറയുന്ന കഥകളൊക്കെ എൻ്റെ ഭാവനാ സങ്കല്പത്തെ അല്ലെങ്കിൽ എൻ്റെ എഴുത്ത് എന്ന് പറയുന്ന ആ ഒരു ലോകത്തേക്ക് എന്നെ കൈപിടിച്ചു കൊണ്ടുപോയത് എങ്ങനെയാണെന്ന് ഞാനിന്ന് ഓർക്കുന്നു. I am humbled to be the first woman to receive this honor. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഹമ്പിളായിട്ട് ഓർക്കുകയാണ്, വിനീതമായിട്ട് ഞാൻ ഓർക്കുകയാണ്. എന്താ, ഞാനാണല്ലോ ഈ സമ്മാനം കിട്ടുന്ന ആദ്യത്തെ വനിത. ഓക്കെ, ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഇറ്റ് വിൽ ഇൻസ്പയർ അതർ വിമൻ റൈറ്റേഴ്സ് ടു പെർസ്യൂ ദെയർ ഡ്രീംസ്. മാത്രമല്ല ഇത് ബാക്കിയുള്ള സ്ത്രീകൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആവും. എന്തിന്? അവരുടെ ഡ്രീംസ് പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഐ തിങ്ക് ഓഫ് ഓൾ ദ വിമൻ ഹു ഹാവ് സപ്പോർട്ടഡ് മീ. ഞാനിതാ ഈ വേളയിൽ ഓർക്കുകയാണ് എന്നെ സഹായിച്ച, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആളുകളെയും ഈ ഒരു യാത്രയിൽ. ഇൻ ദിസ് ജേർണി മൈ ഫാമിലി, മൈ ഫ്രണ്ട്സ് ആൻഡ് മൈ ഫെലോ റൈറ്റേഴ്സ്. എൻ്റെ എഴുത്തുകാർ, എൻ്റെ കൂടെ എഴുതുന്ന മറ്റ് എഴുത്തുകാർ, അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ഫാമിലിയെ എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. ഐ വിൽ കണ്ടിന്യൂ ടു റൈറ്റ് ഫ്രം ദ ഹാർട്ട് ആൻഡ് ടു ടെൽ ദ സ്റ്റോറീസ് ദാറ്റ് നീഡ് ടു ബി ടോൾഡ്. പറയേണ്ട കഥകൾ ഞാൻ പറയുക തന്നെ ചെയ്യും. എൻ്റെ ഹൃദയത്തിൽ നിന്നും ആ വാക്കുകൾ എടുത്തിട്ട് ഞാൻ പറയുക തന്നെ ചെയ്യും. ആൻഡ് ടു ഇൻസ്പയർ അതേഴ്സ്, അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവട്ടെ. ഓക്കെ, ദിസ് പ്രൈസ് ഇസ് എ റിമൈൻഡർ ദാറ്റ് അവർ വേർഡ്സ് ഹാവ് ദ പവർ ടു ചേഞ്ച് ദ വേൾഡ്. ഈ സമ്മാനം എനിക്കൊരു ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം നമ്മുടെ വാക്കുകൾക്ക് ഈ ലോകത്തെ മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട് എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ അവാർഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അവസാനത്തിന് ഒരു വരിയും കൂടെ കൊടുക്കാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ടു ദ നൊബേൽ കമ്മിറ്റി. നൊബേൽ കമ്മിറ്റിക്ക് ഒരു താങ്ക് യു പറയാണ് അവർ അവസാനം. ടു മൈ ലവ്ഡ് വൺസ് ആൻഡ് ടു ദ റീഡേഴ്സ് ഹു ഹാവ് എംബ്രേസ്ഡ് മൈ വർക്ക്. താഴെ സിൻസിയർലി സെൽമ ലാഗർലോഫ്. ഇതൊരു മോഡലാണ് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിക്കുകയാണ് ഡിയർ ഡയറി എന്നൊക്കെ എഴുതോ, സിൻസിയർലി സെൽമ ലാഗർലോഫ് എന്നൊക്കെ എഴുതോ, ഇത് ഒരു കത്തിൻ്റെ മോഡലല്ലേ എന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ കത്തിൻ്റെ മോഡൽ അല്ല. ഓക്കെ, ഡയറി എൻട്രിയുടെ ഒരു മോഡലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ ഇങ്ങനെ ഒരു പെട്ടി വരയ്ക്കുന്നു. അപ്പോൾ നമ്മൾ കൺവെൻഷനലി എഴുതുന്ന, പണ്ട് എഴുതുന്ന മുതൽ എഴുതുന്ന ഒരു രീതിയുണ്ട്. ഇതെങ്ങനെ പെട്ടി വരയ്ക്കുന്നു, ഇതെങ്ങനെ എഴുതുന്നു എന്ന് വെച്ചാൽ ആദ്യം ഇവിടെ നമ്മൾ എന്ത് എഴുതും? ഡേറ്റ് എഴുതും. ഓക്കെ, ഇവിടെ ഡേ എഴുതും. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ നമുക്ക് ടൈം എഴുതാം, 10:30. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വേണമെങ്കിൽ ഡിയർ ഡയറിയിൽ നിന്ന് എഴുതാം. ഈ ഡിയർ ഡയറിയിൽ നിന്ന് എഴുതാൻ പേടിയുള്ള ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ അത് എഴുതാൻ പറ്റുമോ എന്നൊക്കെ ആലോചിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എഴുതാൻ പറ്റുമോ കേട്ടോ, അതിനൊരു സംശയം വേണ്ട. അതിന് പറ്റുന്ന ആലോചിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പറയുന്ന പോലെ it was an eventful day in my life. Okay, it was the most
ഇറ്റ് വാസ് ദ ഹാപ്പിയസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതും എക്സ്ക്ലമേറ്ററി സൈനോട് കൂടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മുടെ ദിവസത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ഈ നമ്മുടെ ആ ഒരു സന്തോഷമാണോ സങ്കടമാണോ ആ ഇമോഷനാണ് ആദ്യത്തെ ലൈനിൽ നമ്മൾ കാണിക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. ഓക്കെ, ഈ ലെറ്ററിൻ്റെ മോഡൽ എന്തുകൊണ്ട് എഴുതുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ്. ഡയറി നമ്മൾ ഇങ്ങനെ എഴുതാൻ പാടുള്ളൊന്നുമില്ല, അത് ലിറ്റററി വർക്കാണ്, നമുക്ക് പല രീതിയിലും എഴുതാം. മനസ്സിലായോ? അപ്പോൾ ഈ ഡയറി ഏറ്റവും നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്, നമ്മുടെ ഫ്രണ്ടിനെ പോലെയാണ് ഈ ഡയറി എന്ന് പറയുന്നത്. കാരണം നമ്മളെ എന്താ പറയുക, ആരോടും പറയാത്ത രഹസ്യങ്ങൾ പോലും ഡയറിയിലാണ് എഴുതി വെക്കുന്നത്. അപ്പോൾ ആ ഒരു ഡയറിയോട് ഞാൻ ഡിയർ ഡയറി എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ഓക്കെ, സുഹൃത്തിനോട് പറയുന്നത് പോലെ എഴുതി വെക്കാന്നുള്ളൂ. അപ്പോൾ ഇതൊരു വേ ഓഫ് റൈറ്റിംഗ് ആണ് എന്നത് മനസ്സിലാക്കിയാൽ മതി, മാർക്ക് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാണ്. ഇമാജിൻ ദാറ്റ് യു ആർ സെൽമ ലാഗർലോഫ്. സെൽമ ലാഗർലോഫ് ആണ് നിങ്ങളെന്ന് വിചാരിക്കുക. റൈറ്റ് എ ലെറ്റർ ടു യുവർ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട് എസ്എൽഡെ. എസ്എൽഡെ എന്ന് പറഞ്ഞൊരു സുഹൃത്തില്ലായിരുന്നു, അവളെ വല്ലാതെ സപ്പോർട്ട് ചെയ്തിരുന്ന സുഹൃത്തില്ലായിരുന്നു, അവൾക്ക് നിങ്ങളൊരു കത്ത് എഴുതുക. ഹു പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ യുവർ ലിറ്റററി ജേർണി ബൈ ഓപ്പണിംഗ് ഡോർസ് വെൻ നോ വൺ എൽസ് ബിലീവ്ഡ് ഇൻ യു. മറ്റാരും നിങ്ങളെ വിശ്വസിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാതിലുകൾ തുറന്നു തന്ന ആ എന്താ വെച്ചാൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്ത, നിങ്ങളെ വിശ്വസിച്ച ആ ഒരു സുഹൃത്തിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർക്കുക, അവർക്ക് വേണ്ടിയിട്ട് ഒരു കത്ത് എഴുതുക. ഓക്കെ, ഒരു മോഡൽ അവിടെ ഉണ്ട്, പ്ലേസ് ഡേറ്റ് എഴുതുന്നു, അതുപോലെ തന്നെ ഡിയറസ്റ്റ് എസ്എൽഡെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇനിയോ പാരഗ്രാഫ് നമ്പർ 1. As I sit down to write to you, my heart overwhelms with gratitude and love. ഞാനിവിടെ ഇരുന്ന് നിങ്ങൾക്ക് കത്തെഴുതുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ മുഴുവൻ നിങ്ങളുടെ നന്ദിയാണ്, സ്നേഹമാണ്. Today I received the news that I have been awarded the Nobel Prize in Literature. ഇന്ന് ഞാൻ ആ വാർത്ത കേട്ടു, എനിക്ക് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അല്ലേ. And I couldn't help but think of you. എനിക്ക് നിങ്ങളെ ആലോചിക്കാതെ ഇരിക്കാൻ പറ്റുന്നില്ല, അതിന് കാരണക്കാരിയായ നിങ്ങളെ എനിക്ക് ആലോചിക്കേണ്ടതായിട്ട് വരുന്നു. ആൻഡ് ദ ഇൻസ്ട്രുമെൻ്റൽ റോൾ യു പ്ലേഡ് ഇൻ മൈ ജേർണി. എൻ്റെ ഈ ഒരു യാത്രയിൽ നിങ്ങളുടെ ഒരു പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ ഓർക്കുകയാണ്. യു unwavering belief in me. Your unwavering belief in me, your encouragement and your support were the sparks that ignited the flame of my writing career. ഇഗ്നൈറ്റഡ് എന്ന് പറഞ്ഞാൽ കത്തിക്കുക, തെളിയിക്കുക എന്നൊക്കെ അർത്ഥം. എന്ത്? ഫ്ലെയിം എന്ന് പറഞ്ഞാൽ തീനാളം. എൻ്റെ ഉള്ളിലുള്ള എഴുത്തുകാരി എന്ന് പറയുന്ന, അല്ലെങ്കിൽ എഴുത്തെന്ന് പറയുന്ന തീനാളം കത്തിച്ചത്, അതിലൊരു പങ്ക് നിങ്ങൾക്കുണ്ട്. ഓക്കെ, ഇനിയോ when others doubted me, മറ്റുള്ളവർ എന്നെ സംശയിച്ചപ്പോൾ you saw the potential in me, നിങ്ങളാണ് എൻ്റെ കഴിവിനെ കണ്ടെത്തിയത്. എന്തിനുള്ള? in my stories and pushed me to share them to the world. with the world, ഈ ലോകത്തിനോട് എൻ്റെ കഥകൾ ഷെയർ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച ആൾ നിങ്ങളാണ്. I still remember the countless hours we spent discussing literature. എനിക്ക് ഓർമ്മയുണ്ട്, എത്രയോ മണിക്കൂറുകൾ നമ്മൾ ഇരുന്നിട്ട് ഈ സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഷെയറിങ് അവർ പാഷൻ ഫോർ വേർഡ്സ് ആൻഡ് ഡ്രീമിങ് ഓഫ് ദ ഇമ്പോസിബിൾ. ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ചതിനെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ വാചാലമായി സംസാരിച്ചതൊക്കെ ഞാൻ ഓർക്കുന്നു. യുവർ ഡോർ സ്റ്റെപ്സ് വാസ് ഓൾവേസ് ഓപ്പൺ ടു മീ. നിന്റെ വാതായനങ്ങൾ എനിക്ക് വേണ്ടി എന്നും തുറന്നു കിടന്നു. ഓക്കെ, എത്ര തിരക്കാണെങ്കിലും നീ എന്നോട് സംസാരിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു. എ റെഫ്യൂജ് വേർ ഐ കുഡ് ഫൈൻഡ് സൊളൻസ് ആൻഡ് ഇൻസ്പിറേഷൻ. എനിക്ക് ആശ്വാസവും പ്രചോദനവുമായിരുന്നു നിന്റെ സാമീപ്യം. യു ആർ ദ ഫസ്റ്റ് ടു റെക്കഗ്നൈസ് ദ വാല്യൂ ഓഫ് മൈ വർക്ക്. എൻ്റെ ഈ ഒരു വർക്കിൻ്റെ, സൃഷ്ടികളുടെ, എൻ്റെ കഥകളുടെ വാല്യൂ തിരിച്ചറിഞ്ഞത് ആദ്യം നീയാണ്. ആൻഡ് യുവർ എന്തൂസിയാസം വാസ് കണ്ടാഗിയസ്. നിന്റെ ആ ഒരു എന്തൂസിയാസം, ഉത്സാഹമുണ്ടല്ലോ, അത് കണ്ടാഗിയസ് ആയിരുന്നു, പകരുന്നതായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ തീരെ ഉത്സാഹമില്ലാതെ വന്നു കഴിഞ്ഞാൽ നീ വരുമ്പോൾ നിന്റെ ഉത്സാഹം കാണുമ്പോൾ എനിക്കും അത് പെട്ടെന്ന് ഇൻസ്പയർ ആവും. ഓക്കെ, ഞാനും ഇൻസ്പയർഡ് ആവും. യു introduced me to the right people, opened the doors and seemed unlocked and championed my cause when I had lost hope. എന്ന് വെച്ചാൽ നീ എന്നെ കൃത്യമായ ആളുകളിലേക്ക് എത്തിച്ചു. ഓക്കെ, എന്ന് വെച്ചാൽ കൃത്യമായ പബ്ലിഷേഴ്സിൻ്റെ അടുത്തേക്ക് എന്നെ എത്തിച്ചു. ഒരുപാട് ആളുകളുമായിട്ട് എനിക്ക് സംവദിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഞാൻ നിരാശയിലിരിക്കുന്ന സമയത്ത് എന്നെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ നിനക്ക് സാധിച്ചു. താങ്ക് യു ഫോർ ബീയിങ് മൈ റോക്ക്, മൈ കോൺഫിഡൻറ്റ് ആൻഡ് മൈ ഫ്രണ്ട്. എൻ്റെ സുഹൃത്തായതിൽ, എനിക്ക് ഒരു ഉറച്ച പാറ പോലെ സപ്പോർട്ട് തന്നതിൽ ഒക്കെ എനിക്ക് ആത്മവിശ്വാസം പകരുന്ന ആളായി മാറിയതിൽ നിനക്ക് ഞാൻ എന്തോ വലിയ നന്ദി രേഖപ്പെടുത്തുന്നു. ഐ ആം ഫോർ എവർ ഇൻ യുവർ ഡെപ്ത്. ഞാൻ നിന്നോടെന്നും കടപ്പെട്ടിരിക്കുന്നു. വിത്ത് ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. ആരാണ്? സെൽമ ലാഗർലോഫ് എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും. ഇത് മുഴുവനും നിങ്ങൾ എഴുതണമെന്നൊന്നുമില്ല. ഇത് കാണുമ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ദൈവമേ ഇത് എത്രയാണ്? ഒന്നും വേണ്ട, ചില പാരഗ്രാഫുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം. എന്നാലും ഇതിൻ്റെ ഒരു ഫോർമാറ്റും ഈ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് ഫുൾ മാർക്കും കിട്ടും. ഓക്കെ, ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ ഈ നമ്മുടെ ഡയറിയും. അപ്പോൾ അത് കംപ്ലീറ്റ് എഴുതണമെന്നൊന്നുമില്ല, പക്ഷേ കുറേ കാര്യങ്ങൾ വന്നാൽ മതി. ഓക്കെ, ഈ ഫസ്റ്റ് പാരഗ്രാഫ് എഴുതാം,
ഓക്കെ, പറ്റുന്നവർ ഫുൾ എഴുതാം കേട്ടോ. സെക്കൻഡ് പാരഗ്രാഫ് എഴുതാം, പിന്നെ ഇത് എഴുതാം, അല്ലെങ്കിൽ ഇത് വിട്ടിട്ട് ഇത് എഴുതാം, എന്നിട്ട് ഇതും എഴുതാം, അല്ലെങ്കിൽ ഇത് വിടാം. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം. അപ്പോൾ ഇത് വിടാൻ പാടില്ലാത്തത് ഇതാ, 1 ഇത്, 2 ഇത്. ഓക്കെ, ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ സെലക്ട് ചെയ്യാം. ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഞാൻ കുറേ ചെറിയ പാരഗ്രാഫ് ആക്കിയിട്ടാണ് എഴുതിയത്. ഈ ഫസ്റ്റ് പാരഗ്രാഫും ലാസ്റ്റ് പാരഗ്രാഫും ഒഴിവാക്കാൻ പാടില്ല. ബാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ച് മനസ്സിലാവുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആ മാർക്ക് നമ്മൾ ഒഴിവാക്കരുത്. നമുക്ക് ആ മാർക്ക് നമുക്കുള്ളതാണ്. ഓക്കെ, താങ്ക് യു.